ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സർപ്രൈസ് നടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പുതിയതായിട്ട് ബ്രഷ് കട്ടർ വാങ്ങി കാട് കൊത്ത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നെ 2-3 പേര് വിളിച്ചിട്ട് ഈ കേബിൾ ചുറ്റാൻ അറിയില്ല, അതായത് എങ്ങനെയാണ് ഈ ടാപ്പ് ആൻഡ് ഗോയുടെ ഉള്ളിൽ കേബിൾ ചുറ്റുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിലവിൽ മെഷീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ഈ ടൈപ്പിലുള്ള ഒരു ബോക്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും മെഷീൻ്റെ കൂടെ ഇങ്ങനെയുള്ള ബോക്സുകളൊക്കെയാണ് കിട്ടുന്നത്. പല ടൈപ്പും കിട്ടുന്നുണ്ട്. അപ്പം അവർക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കേബിൾ ചുറ്റുന്നത്, കേബിൾ ചുറ്റിക്കഴിയുമ്പോൾ ഇതിൻ്റെ അടപ്പ് അടയ്ക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരാതികളാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിരുന്നു ഇങ്ങനത്തെ ബോക്സിൻ്റെയൊക്കെ. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചുറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബോക്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പ് ഇതിൻ്റെ തുറന്നു കഴിഞ്ഞാൽ 1, 2, 3, 4, പിന്നെ ഇതും ഈ 2 സൈഡിലത്തെ പിന്നുകളും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇതൊന്ന് അബദ്ധവശാൽ നമ്മളിത് പണി എടുക്കുന്ന സമയത്ത് തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ വഴിക്ക് പോകും. അതൊന്നാമത്തെ ഒരു പ്രശ്നം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ ഇതിൽ ചുറ്റി കഴിയുമ്പോൾ അവർക്കിത് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. ഇത് ഇട്ട് കഴിയുമ്പോൾ അടപ്പ് അടയുന്നില്ല എന്നുള്ളതാണ് നിലവിലത്തെ പ്രശ്നം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുണ്ടല്ലോ, ഇതിലാണ് നമ്മൾ കേബിൾ ചുറ്റുന്നത്. അപ്പോൾ ഇതിന് കുറേ ഇവിടെ കുറേ പല്ലുകൾ കണ്ടോ. ഈ പല്ലുകളുടെ ഉള്ളിൽ ഇതിൻ്റെ പുറത്തുള്ള പല്ലുകളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കുറേ പല്ലുകളുണ്ട്. അപ്പോൾ ഈ പല്ലുകളൊക്കെ കൊണ്ടാണ് ഇത് ശരിക്കും പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തിരിയുകയും ഇതിനുള്ളിൽ നിന്ന് കേബിൾ പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സാധനങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തില്ലെങ്കിൽ കേബിൾ പുറത്തേക്ക് വരില്ല, അത് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ ചുറ്റുന്ന സമയത്ത് ഇതിൻ്റെ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ഇവിടെ LH RH കേബിൾ വൈൻഡ് ചെയ്യാനുള്ള ഒരു ആരോ മാർക്കും ഒക്കെ ഇതിനകത്തുണ്ടാവും. ഇങ്ങനെ ഇങ്ങോട്ടാണ് കേബിൾ വൈൻഡ് ചെയ്യാനുള്ള ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഉണ്ട് ആരോ മാർക്ക് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വേണ്ടത് ഇത് ഉണ്ട്, എഴുതിയിട്ടുണ്ട് കേട്ടോ, കോഡ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം എപ്പോഴും നിങ്ങൾ. അപ്പം നമ്മൾ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം കേബിള് ഇതൊരു 3 മീറ്റർ കേബിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല. കേബിൾ അളക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അളക്കും പെട്ടെന്ന്. 2, 3 കുറച്ചധികം ഉണ്ട്. കേബിൾ മടക്കുമ്പോൾ എപ്പോഴും അറിയാമല്ലോ, ഒരു കുറച്ച് ഇങ്ങനെ നീളം കൂടുതൽ വേണം, ഒരു തലയ്ക്ക് കുറച്ച് നീളം കൂടുതൽ. അതായത് ഏകദേശം ഒരു 4 ഇഞ്ച് നീളം ഒരു തലയ്ക്ക് കൂടുതൽ ഇടുക. എന്നിട്ട് ഇങ്ങനെ മുറുകെ പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് വലിച്ച് ഇതിൻ്റെ ഇവിടെ ഒരു മടക്കിടുക. ശരിക്കും പ്രസ് ചെയ്താൽ മതി, പ്ലെയറൊക്കെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഒരു മടക്ക് വീഴും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഓപ്പോസിറ്റ് 2 വെട്ടുകളുണ്ടാവും, ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വലത്തേക്ക് ചുറ്റുക. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കേബിൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ലൈൻ കറക്റ്റായിട്ട് ചുറ്റണം. ഇങ്ങനെ കയറി ഇറങ്ങി താഴെ മേളിലൊന്നും ആയിട്ട് ചുറ്റരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് കേബിൾ പുറത്തേക്ക് വരാൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കേബിൾ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചുറ്റിയതിന് ശേഷം ഈ നീളം കൂടിയ കേബിൾ ആദ്യം എടുത്തത് ഇവിടെ ഒരു ഇതിനകത്തൂടി ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ലോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടി ഈ കേബിൾ എടുത്ത് വെക്കുക. ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഈ 2 കേബിളിൻ്റെ നീളം പുറത്തേക്ക് ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു 4 ഇഞ്ചിൻ്റെ അടുത്ത് കേബിൾ ആദ്യം മടക്കുമ്പോൾ നീളം കൂടുതൽ വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിനകത്ത് കുറേ പല്ലുകളുണ്ട്. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ലോക്ക് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം താഴോട്ടും മേലോട്ടും പൊങ്ങുകയും അപ്പോഴാണ് ഈ ബേസിൽ നിന്ന് ഇതിനെ മൊത്തത്തിൽ ഈ കേബിൾ ചുറ്റി റീൽ വന്ന് തിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഇവിടുത്തെ ഈ പല്ലുകളുണ്ടല്ലോ, ഈ പല്ലുകൾ ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഇത് തിരിച്ചിട്ടാൽ, അതായത് ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് നിങ്ങൾ കേബിൾ ഇതിലേക്കൂടി എടുത്താണ് ഇങ്ങോട്ട് വെക്കുന്നതെങ്കിൽ ഇത് അടയ്ക്കാൻ പറ്റില്ല, ഈ അടപ്പ് അടയില്ല. കാരണം ഇതിൻ്റെ സീറ്റിങ് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ എഴുത്തുള്ള ഭാഗം മുകൾ വശത്ത് വരണം. ഇടുമ്പോൾ ഈ പ്ലെയിനായ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ലോക്ക് കണ്ടോ, ഈ ലോക്ക് അതിന് വേണ്ടിയിട്ടാണ്. കേബിൾ ഇതിൽ കുടുക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിയിട്ട് തലതിരിച്ചിടാൻ പറ്റില്ലല്ലോ.
അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്ലെയിനായ വശം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എങ്കിൽ മാത്രം ഈ പല്ലുകളെല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോവുകയും ഇത് കൃത്യമായിട്ട് ടാപ്പ് ചെയ്യുമ്പം കേബിൾ പുറത്തേക്ക് വരാനും ഈ അടപ്പൊക്കെ കൃത്യമായിട്ട് അടയ്ക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ സാധനം തിരിഞ്ഞു പോയാൽ ഇത് ഇങ്ങനെ വെച്ചു, ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ കേബിൾ ഞാൻ കുടുക്കി വെച്ചുകൊണ്ടല്ലേ, ഇനി കേബിൾ ഇല്ലെങ്കിൽ പോലും ഇതിങ്ങനെ വെച്ചാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ആവുകയും ഈ അടപ്പടയ്ക്കാനും പറ്റില്ല. ഈ ബോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവും, എങ്കിലും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഇത് കേബിൾ വലത്തേക്ക് ചുറ്റുക, ഈ പ്രിൻ്റുള്ള ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുറത്തേക്ക് പിടിക്കുക. ഈ പ്ലെയിനായ ഭാഗം നമ്മുടെ ശരീരത്തിന് അഭിമുഖമായി പിടിച്ച് കേബിൾ വലത്തേക്ക് ചുറ്റുക. അതിനുശേഷം ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ 2 ലോക്കുകളിൽ കുടുക്കി വെക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വിടുക. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ സ്പ്രിങ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അതിനുശേഷം നമ്മളിതാ ഇതിങ്ങനെ വെച്ചു. ഇതിങ്ങനെ വെച്ചിട്ട് ഈ ലോക്കിന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഈ പിന്നിൻ്റെ ലോക്കിലേക്ക് ഇറക്കി വെച്ചു. അതേപോലെ ഇതും ഈ ലോക്കിന്ന് നമ്മൾ പൊട്ടിച്ചു. എന്നിട്ട് ഈ പിന്നിൻ്റെ ഉള്ളിലത്തെ ഈ ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ചു. ഇത്രയായല്ലോ. ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നു. എന്നിട്ടൊന്നിങ്ങനെ അമക്കി നോക്കുക. ഇത് ശരിക്കും ഉള്ളിലേക്ക് പോകുന്നില്ലെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ഇത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ടോ. ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഈ അടപ്പ് കറക്റ്റ് അതിൻ്റെ ലോക്കിലേക്ക് വെച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതാ ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തു, ഇത്രയും പുറത്തേക്ക് വന്നു. ഇപ്പോൾ 2 സൈഡും വലിക്കണം, എന്നാലേ കറക്റ്റായിട്ട് വരും. ഇതാ ഒന്നും കൂടി ടാപ്പ് ചെയ്തു, ഇത്രയും പുറത്തേക്ക് വന്നു. ഒന്നും കൂടി ഇവിടെ ടാപ്പ് ചെയ്തു, ഇത്ര വന്നു. ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ നിലത്ത് മുട്ടുമ്പോഴും കേബിൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതാ അപ്പോൾ ഓക്കെ അല്ലേ. സിമ്പിളാണ് ഇത് ഇടാനൊക്കെ. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിന് കേബിൾ അതിന് കുറച്ച് നീളം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്കിങ്ങനെ തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് ഫുള്ള് പുറത്തേക്ക് എടുക്കണ്ട. ഇതെന്തായാലും മെഷീനിൽ ഫിറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിങ്ങ് വലത്തേക്ക് തിരിച്ച് ടൈറ്റാക്കിയാൽ മതി. ഇതിങ്ങനെ വെച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം തിരിഞ്ഞു പോകാൻ പാടില്ല. ഈ പ്രിൻ്റ് ഉള്ള വശം എപ്പോഴും മുകളിൽ വരണം. ഈ പല്ലുള്ള ഭാഗമൊക്കെ മുകളിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് നടക്കൂ. അതിപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റ് മിക്കവാറും കിട്ടുന്ന ബോക്സിൽ കേബിൾ ചുറ്റുന്നതും ഇതും ഒറ്റ സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടെൻഷനില്ല, കേബിൾ അങ്ങോട്ട് ചുറ്റി ഇതിനകത്തേക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഈ ഒരൊറ്റ ബോക്സിനാണ് ഇത്രയും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇതാ സിമ്പിളായി. ഇത്രയേ ഉള്ളൂ സംഭവം. ടെൻഷൻ വേണ്ട, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.